ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ കോഴിക്കോട് നിന്ന് ഇടുക്കിയിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. എന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, നേരെ കയറി കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പയാണ് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ പൊതുവെ ഇവിടെ ഇടുക്കിക്കാർ രാവിലെ അപ്പം പുട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല മീൻസ് നമ്മളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇച്ചിരി ബോഡിയൊക്കെ ഒന്ന് ഹീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് രാവിലെ ഇവിടെ ഉള്ളവർ കഴിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് രാവിലെ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ 2 കപ്പ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഓൾറെഡി പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നിർത്തിയത് ലിതിമോൾക്ക് കൊണ്ടുപോകാനല്ല, അവൾ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ഇതിന് ഫുള്ളും വേണ്ട, അതുകൊണ്ട് നമ്മളിത് പറിക്കുന്നില്ല. അല്ലാതെ നമ്മൾ സൈഡിൽ നിന്ന് മാന്തി എടുക്കണം കുറച്ച് നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പണികളിപ്പോൾ കുറവല്ലേ പിടിച്ച് വെച്ച് ആണോ? അപ്പം അമ്മ സെറ്റായി വന്ന് നിൽപ്പുണ്ട് കേട്ടോ, കൈയൊക്കെ വെച്ചോണ്ട്. അപ്പം ഞാൻ പറക്കട്ടെ. ഞായറാഴ്ച ഞാനിവിടെ ഈ ഞായറാഴ്ചയാണോ ഇവിടെ വെച്ചല്ലേ? ഇവിടെ ഈ അന്തിപ്പറ സ്കൂളിൽ ആണോ? മോളിന്ന് മുരുമാന്ത എല്ലാം അറിയാൻ പറ്റുള്ളൂ. കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി കൊണ്ടിറങ്ങാനല്ലേ ഇപ്പം എടുക്കുമല്ലേ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. മാന്ത മേളിന്ന് മാന്ത പൊട്ടിയത് കണ്ടില്ലേ? പൊട്ടിയേക്കുന്ന കണ്ടില്ലേ? ക്യാമറമാൻ അമ്മയാണ് കേട്ടോ. ഒറ്റ കൈ കൊണ്ട് അമ്മ ക്യാമറ പിന്നെ മാന്ത നിനക്ക് അറിയത്തില്ലല്ലോ, കണ്ടോ? അതാണോ? അതാന്ന് തോന്നുന്നു. അത് അത് വേറെ. അതിൻ്റെ അടിക്കട്ടോ നോക്കി. ഇതിൻ്റെ അടിക്കുന്നില്ല, കൊള്ളുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ മാന്തിയത്. എന്നാ അത് വിട്, അതില്ല, അത് കൊള്ളില്ല, അത് വിട്. ഉണ്ട് ഇതേ. എന്നാ അതെടുക്ക. ഇതങ്ങ് പോയേക്കോ വേര്. നമുക്ക് ആ സൈഡിൽ നിന്ന് എടുത്താലോ? ഈ സൈഡിൽ ഇരിക്കുന്നേ വെറുതെ റിസ്ക് എടുക്കണ്ട കേട്ടോ. നമുക്ക് അതെടുക്ക. അത് മിറ്റത്തേക്കാ പോന്നേക്കത്തെ. അത് മുട്ടി ഇവിടെ വെച്ച് വിട്ടേ. എവിടെയെങ്കിലും വെച്ച് വിട്ടെ. ഇത് മുഴുവൻ മുട്ടിയാണ്. അത് മുകളിലിരിക്കുന്നല്ലേ, കപ്പ വെട്ടി വെട്ടുന്നിടത്ത് പറ്റല്ലേ മുറിയുള്ള സാധനം വെട്ടി ലാസ്റ്റ് കാണിയല്ലേ. പണിക്കാലോടെ ഇങ്ങോട്ടെ മാറി നിൽക്കും. മാറ് എനിക്കറിയത്തില്ല. എടുത്തേക്ക് വെട്ടാൻ അറിയത്തില്ല. അയ്യോ, നീ ഇപ്പുറത്തെ കൈക്ക് വെട്ടിക്കരുത്. എനിക്ക് ഭാഗമുള്ള എനിക്ക് അറിയാൻ നയിക്കില്ല വെട്ടാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര മുട്ടിയാ. വെച്ച് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കിടന്നു തൂമ്പിരിക്കുന്നിടത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ. അതെനിക്ക് തോന്നി അങ്ങനെ. മിറ്റത്തേക്ക് എനിക്ക് പോയി കപ്പ ഇത് അങ്ങ് പോയേക്കുവാ. ആ കല്ല് അതല്ല, അത് വേറെ. ആ കല്ലിരിക്കുന്ന ആ കല്ലെടുത്ത് മാറ്റും. അതാ ഞാൻ പറഞ്ഞ മിറ്റത്തേക്ക് ഇറങ്ങി പോയേക്കോ. ഇത് ഈ കിടക്കുന്ന മുച്ചുകളാട്ടോ. കാക്ക തുടങ്ങി കപ്പ പോയേക്കണം. കാക്ക കണ്ടിക്കട്ടെ. ഇത് അവിടെ ഇങ്ങനെ പൊക്കെന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോവും. എന്നാലും പൊട്ടും പൊട്ടായിരിക്കില്ല. ഞങ്ങളിതിൽ വൈകുന്നേരം അത് എന്നിട്ടും അവിടെ പൊട്ടി. അവിടെ ഉണ്ട് മാത്രം. അവിടെ തൂമ്പെടുത്തിട്ടാൻ വെച്ചത്. പോയേക്കുന്നു. തൂമ്പെടുത്ത് കിളക്കൊന്നും വേണ്ട. കളിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇച്ചിരി കയറിപ്പോയെന്ന് തോന്നുന്നു. കപ്പ പോയി അങ്ങ് പോയി. അത് ഇച്ചിരി ഉള്ളെന്ന് തോന്നുന്നമ്മ. ഇച്ചിരി ഒന്നുമല്ല, തൂമ്പയ്ക്ക് വയ്യം കളിച്ച് നീങ്ങി നിന്നോട്ടെ. ഇങ്ങോട്ടും ഉണ്ട് കപ്പ. നിങ്ങക്ക് സ്കൂളിൽ പോണ്ടടാ? ആനിവേഴ്സറിക്ക് പോണ്ടേ? ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു.
എലിക്കുട്ടി ചേച്ചിയുടെ വിളവ് അല്ലേ? വിളവല്ല, വിളവെടുപ്പ്. അയ്യോ, ഇതങ്ങ് ഭൂലോകം വരെ പോയത്. ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ രണ്ടുപേരും നല്ല പിള്ളേരാണോ? രാവിലെ എനിക്ക് പഠിക്കണോടാ, ഇന്നലെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത്ര ഉള്ളല്ലേ? അടിക്കേക്കുണ്ട്. അത് പോരെ? ഇത് ഇത്ര മതിയോ? പോരെ? മതിയാ? അത് മതി, മതി. ഇത് എടുക്കാം. വരുന്നടാ ഒരുത്തൻ, നമ്മുടെ പ്രിയ കൂട്ടുകാരനായ രഞ്ജിത്ത്. വണ്ടി കയറി ഒട്ടാത്തി കൂട്ടുകാരനാ. ഒട്ടാത്തി മോള് ദിവസം കണ്ടിച്ചിട്ട് വരിക്കേ. ഇതിനൊക്കെ എന്ന് പഠിച്ചിട്ടെടുക്കുന്ന ഞാൻ നോക്കുന്നത്. അപ്പം ഞങ്ങൾ നമ്മുടെ ഇത് പറിക്കാൻ തന്നെ തീരുമാനിച്ചു. വേറെ ഒന്നുമല്ല, മുറ്റിപ്പോയി കേട്ടോ. കുറേയൊക്കെ അങ്ങ് കട്ടിയായി അങ്ങ് കപ്പ. എന്തായാലും മുഴുവൻ പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പം തന്നെ അവിടെ ആരോടും നോക്കുന്നത് ക്യാമറയിലെ കാണും. അപ്പോൾ നമ്മൾ കപ്പയുടെ തണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കപ്പ ഞാൻ അപ്പുറം കൊണ്ടുപോയി വെച്ച് നോക്കിയപ്പോൾ മുഴുവനും എന്താ പറയുക കട്ടിയായിപ്പോയി. കുറേ നാളായാലും നിൽക്കുന്നു. അപ്പം മണ്ണിൻ്റെ മേലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുറ്റുപോയി കേട്ടോ. മുറ്റുപോയി അത് ഭയങ്കര കട്ടിയായിപ്പോയി കപ്പ. ഇതുണ്ടോ? അപ്പോൾ എന്തായാലും കപ്പ മുഴുവൻ പറിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും നിർത്തിയാൽ ശരിയാകത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് പറിക്കാം കേട്ടോ. അതെ, ഒടിഞ്ഞു പോയതായിരുന്നു ചേച്ചി. ഒടിഞ്ഞു പോയതല്ലേ? ആ പിള്ളേര് വെട്ടി ഒടിച്ചു കളഞ്ഞ അത്. പിന്നെ ഞാൻ പറിച്ചെടുത്താ കൊറേ പറിച്ചു ഇതിൻ്റെ അകത്തുനിന്ന്. അല്ല, പറിച്ചെടുത്തതാ ഞങ്ങളിപ്പൊ പറിച്ചതാ. ഇപ്പൊ പറിച്ചു ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെന്നേ, നാളെ മാന്തി എടുത്താ ഞങ്ങള്. മാന്തി നോക്കാൻ മിക്കവാറും ചിലപ്പോ കാണാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ മാന്തി എടുത്താ നാളെ. ഇവിടെ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നല്ലേ അമ്മ? തൂമ്പയ്ക്ക് മാന്ത കുപ്പിച്ചില് കാണും. അങ്ങോട്ട് മാന്തി, മുറ്റത്തേക്ക് മാന്താട്ടെ. ചാക്കിനകത്തായതുകൊണ്ടേ. ചാക്കിനകത്ത് വെച്ചിട്ടാ നന്നായിട്ട്. അല്ല, ചാക്കിനകത്തെന്ന് പറഞ്ഞത് ഇപ്രാവശ്യം ജൂൺ മാസം. പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ നല്ല ചാക്കില്ലാതെ കുഴിച്ചിടാൻ കേട്ടോ. ആ, അത് അങ്ങനെ കുഴിച്ചിടാനായി പരീക്ഷ നടത്തിയതായിരുന്നു. എകിരി മടി കൂടം കുത്തിയ കൂടം ഉണ്ടാക്കിയ കൂന കൂട്ടിയിട്ടേ ചപ്പൊക്കെ വരച്ചിട്ട് ഇല്ലെന്ന് തോന്നമ്മ. ചാക്കങ്ങ് പൊട്ടിക്കാണ്. താഴത്തിൽ ഈൽമയുടെ കപ്പ പറിച്ചിട്ട് ഒരിയോട് കപ്പ പറിച്ചിട്ട് 2 പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചിട്ട് ഞങ്ങൾക്ക് 5 കിലോ കിട്ടി. 10 കിലോയുടെ അടുത്ത് കിട്ടിയില്ല ഒരു കട പറിച്ചിട്ട്. ഇത് ഒടിഞ്ഞു പോയതാണ്, പിള്ളേർ ചവിട്ടി പിടിച്ച കപ്പത്തണ്ടല്ലേ. വേണ്ട, ചാക്കിന്റെ അടിയിലേക്ക് കപ്പ വന്ന് നിൽക്കുക. ഇത് കപ്പ പക്ഷെ എടുക്കാൻ കൊള്ളത്തില്ലല്ലോ, ചെറുതായതുകൊണ്ട്. അത് കൊണ്ട എടുക്കണ്ട. അതിൻ്റെ അകത്തോടെ പോയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇതാ പിള്ളേർ ചവിട്ടി പിടിച്ചാന്നേ, ചവിട്ടി കളഞ്ഞ കപ്പത്തണ്ട് നിന്നല്ലേ റെഡി വെച്ചാൽ അതിനകത്ത്. പക്ഷെ അവിടെ കോഴിക്കോട് 35 രൂപയുള്ളൂ. അയ്യോ, അത് പോയി എത്ര ഉള്ളത്. വേറെ കപ്പ എടുത്താ രാവിലെ കപ്പ എടുത്തു ഇതിൻ്റെ അകത്തുനിന്ന്. കപ്പ ഉണ്ടോ? അങ്ങോട്ടെ, അത് വേണ്ട, ഇരിക്കട്ടെ. ഇതാ പിള്ളേർ ചവിട്ടി പിടിച്ച കപ്പത്തണ്ടായിട്ടല്ലേ കപ്പ ഉണ്ടായത്. കഴിഞ്ഞു. പിന്നെ അവിടെ കിടങ്ങുണ്ട് വെച്ച്. ആ, അവിടെ ഉണ്ടല്ലോ. ഇത് മിറ്റത്തേക്ക് ഇറങ്ങി പോയി കപ്പയെ. അവിടെ ഉണ്ടോ കപ്പ? ആ, ഇത് ഉണ്ടോ? അങ്ങനെ ഇതിനകത്തൊക്കെ പോയതാ കപ്പ കഴിഞ്ഞു. കണ്ടിട്ടുണ്ട് ചിരി. ഇത് വേണ്ട, കൊള്ളൂല. തീർക്കണ്ട. ഇതൊക്കെ
ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറിച്ച കപ്പ ഇതേ പുഴുങ്ങാൻ വേണ്ടി എടുത്തപ്പോൾ ഇതേ കണ്ട മുറ്റുപോയി. ഇത് ഭയങ്കര കല്ലായിട്ടിരിക്കുക കണ്ട. അപ്പം ബാക്കി ഇതേ കപ്പയും കൂടെ പറിച്ചു. അതുകൊണ്ട് ഇതൊരു തണ്ടെന്ന് ഒടിഞ്ഞു പോയായിരുന്നു, അതുകൊണ്ടാട്ടോ ഇത്രയും കിട്ടാതെ. പക്ഷെ ആ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ 2 പറിച്ചപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇനി വേഗം പോയി ഇത് കപ്പയൊന്ന് ശരിയാക്കി ഫുഡ് കഴിക്കട്ടെ. രാവിലെ അതാണ് പരിപാടി. അപ്പോൾ കപ്പ ഇത്രയൊക്കെ കിട്ടുള്ളൂ, പക്ഷേ അത്യാവശ്യം വലിയ കപ്പ ഉണ്ട്, സൈസ് കപ്പയാണ്. അപ്പോൾ ഇത് ഒരു ചെറുത് കുറച്ചങ്ങ് എടുത്തിട്ട് ബാക്കി അങ്ങ് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് കപ്പ പറിക്കുന്ന വീഡിയോ ആയിരുന്നു. പിന്നെ കപ്പത്തൻ്റെ എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കപ്പ പറിച്ചെന്ന് പറഞ്ഞപ്പോൾ ലിജുമോൾ പറഞ്ഞു ഞങ്ങൾ വരുമ്പം പറിച്ചാൽ മതി എല്ലും കപ്പ വിഴുങ്ങാൻ പറഞ്ഞു. പക്ഷെ അതുവരെ കപ്പ നിൽക്കത്തില്ല അല്ലേ അമ്മ? അതുവരെ കപ്പ നിൽക്കുകയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പറിച്ചത്. ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒറ്റ കൈക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അമ്മ കപ്പ തന്നുകൊണ്ടിരിക്കാൻ